ഉൾട്ടാപൂർ എന്ന പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ കാര്യങ്ങളും തലകീഴായിരുന്നു. വീട് തലകീഴായിരുന്നു. അതുമാത്രമല്ല, ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും തലകീഴായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ കാര്യം ഷിംലാപൂർ ഗ്രാമത്തിലുള്ള ഹരീഷിന് മനസ്സിലായി. അദ്ദേഹം ഈ കാര്യം തന്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് വന്നു. ഇത് കണ്ടിട്ട് അദ്ദേഹം എന്തു പറഞ്ഞെന്നോ? ചേടാ, എന്താ ഇത്? ഞാൻ എങ്ങനെ കാര്യങ്ങൾ കേട്ടോ, ഇത് അതുപോലെ തന്നെ തലകീഴായിട്ടുണ്ടല്ലോ. വീട് വഴി എല്ലാം റിവേഴ്സിലാണല്ലോ. പക്ഷെ ഇതെല്ലാം എങ്ങനെയാ സാധ്യമായത്? ഹരീഷ് ഗ്രാമത്തിനുള്ളിലേക്ക് പോയി. എന്നിട്ട് ഒരു മനുഷ്യനെ കണ്ടു. അവർ തന്റെ സൈക്കിൾ പിന്നോട്ടേക്കാണ് ഓട്ടിക്കൊണ്ടിരുന്നത്. ഹരീഷ് അദ്ദേഹത്തോട് എന്തു പറഞ്ഞെന്നു? ഇവിടെ നോക്കൂ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം പറയോ? ഇതെന്തായാലും തലകീഴായിട്ടിരിക്കുന്നേ. നിങ്ങൾ എന്തിനു വേണ്ടിയാ സൈക്കിൾ ഇങ്ങനെ പുറകെ ഓടിക്കുന്നേ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ എപ്പോ തൊട്ട് ഈ ഗ്രാമത്തിലിരിക്കുന്നു അപ്പൊ തൊട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാ നടക്കുന്നേ. പക്ഷെ നിങ്ങൾ ഈ കാര്യത്തിന് ഗ്രാമത്തിന്റെ തലവന്റെ അടുത്ത് ചോദിക്കാം. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്തെങ്കിലും അറിയും. അപ്പൊ ഞാൻ അവനെ എവിടെ ചെന്ന് നോക്കും? ഗ്രാമത്തിൽ നിങ്ങൾക്കൊരു വലിയ മരം അറിയും. ആ മരം ഒറ്റയ്ക്ക് തനിച്ചായിരിക്കുന്നേ. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഹരീഷ് അവിടെ നിന്നും ആ മരത്തിന് സമീപത്തേക്ക് നടന്നു. അവിടെയാണ് ആ ഗ്രാമത്തലവൻ നിന്നിരുന്നത്. ഹരീഷ് അവിടേക്ക് പോയി അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞതെന്നോ? നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വിഷയം പറയോ? ഈ വീട്, കിണറ് എല്ലാം മരങ്ങളെല്ലാം തലകീഴാണല്ലോ. പിന്നെ ഈ മരം മാത്രം എന്തെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഇവിടെ നോക്കുമോനെ, നീ എവിടെന്നാ വരുന്നേ? പിന്നെ നീ എന്തിനു വേണ്ടി ഞാൻ ഇത് അറിയാൻ വേണ്ടി നിൽക്കുന്നേ? ഞാൻ ഷിംലാപൂർ ഗ്രാമത്തിൽ നിന്നാ വരുന്നേ. ഞാൻ ഒരു കാര്യം അറിഞ്ഞു, ഇവിടെ എല്ലാം തലകീഴായിട്ടായിരിക്കുന്നെന്ന്. അതിന് കാണാൻ വേണ്ടിയാ ഞാൻ തന്നെ ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് എല്ലാ സാധനങ്ങളും കണ്ടു. അതുകൊണ്ടാ അറിയണമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എന്തിനാ തലകീഴായിട്ടിരിക്കുന്നത്? പിന്നെ ഞാൻ ഗ്രാമത്തിലേക്ക് ചെന്ന് എഴുതി. പിന്നെ ഗ്രാമത്തിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ പറയും. ഇവിടെ നോക്കുമോനെ, എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് അറിഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാ, ഒരു തവണ ഒരു ഋഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വലിയ ആലമരത്തിന്റെ അടിയിലിരുന്നുകൊണ്ട് ധ്യാനം ചെയ്യായിരുന്നു. പക്ഷേ ഏതോ ഒരു കാരണം കൊണ്ട് അദ്ദേഹം ഗ്രാമത്തിലേക്ക് ശാപം വിട്ടു. അത് കാരണം കൊണ്ടാണ് ഈ ഗ്രാമത്തിലുള്ള എല്ലാ സാധനങ്ങളും തലകീഴായിട്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്തിനു വേണ്ടി ശാപം തന്നു? ഇനി ആ ശാപത്തിനെ എങ്ങനെയാ വീണ്ടെടുക്കുക? ഇവിടെ നോക്കുമോനെ, എനിക്കും അറിയില്ല. ഒരുപക്ഷെ ഇത് നീ അറിയണമെങ്കിൽ ഗ്രാമത്തിലിരിക്കുന്ന ലൈബ്രറിക്ക് പോയിട്ട് നീയായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചോ. അവിടെ നിനക്ക് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അവിടെ നിന്നും ഹരീഷ് ഗ്രാമത്തിലെ ലൈബ്രറിയിലേക്ക് പോയി. അവിടെയുണ്ടായിരുന്ന എല്ലാ പുസ്തകത്തിലും എഴുതിയിരുന്നത് തലകുത്തനെയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളിൽ എഴുത്തുകളും തഴകിലായിട്ടാണ് ഇരിക്കുന്നത്. ഇത് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. ആ പുസ്തകങ്ങൾ ഒന്ന് വായിക്കാൻ ഹരീഷ് ഒരു ശ്രമം നടത്തി. അപ്പോഴാണ് അവന്റെ ശ്രദ്ധ മറ്റൊരു പുസ്തകത്തിൽ പതിഞ്ഞത്. ആ പുസ്തകം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഹരീഷ് പോയി ആ പുസ്തകം എടുത്ത് ആ പുസ്തകം തുറന്നപ്പോൾ അവരെന്താണ് കണ്ടതെന്നോ? ചേടാ, ഈ പുസ്തകങ്ങളിൽ മാത്രം എല്ലാ എഴുത്തുകളും ശരിയാണല്ലോ. നോക്കാം, ഇനി ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ ഇരുന്നാലോ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ ഗ്രാമത്തിലെല്ലാം തലകീഴായിട്ട് ഇരിക്കുന്നതെന്ന്. ഹരീഷ് ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. അതിൽ ആ ഗ്രാമത്തിന്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു സന്യാസി ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹം അവിടെയുണ്ടായിരുന്ന വലിയൊരു മരത്തിന് കീഴെ ഇരുന്നു. ആ സമയം ആ ഗ്രാമത്തിന്റെ പേര് സീതാപൂർ എന്നായിരുന്നു. ആ സന്യാസി ഗ്രാമവാസികൾക്കെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ സന്യാസി ഒരു ദിവസം ഗ്രാമത്തിലെ ജനങ്ങളെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തി. എന്നിട്ട് അവരെ ഉപദേശിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്തിനാ വിളിച്ചു വരുത്തിയിരിക്കുന്നു വെച്ചാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗ്രാമത്തിൽ നടക്കണ വേട്ടയെ കുറിച്ച് പറയാനാണ്. നിങ്ങളെല്ലാവരും വായില്ലാത്ത പ്രാണിനെ വേട്ടയാടിയിരിക്കുകയാണ്. അതിന് ഇപ്പൊ തന്നെ നിർത്തണം, അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ മൊത്തം ഗ്രാമം ഏൽക്കേണ്ടി വരും. ഈ കാര്യം പറഞ്ഞപ്പോഴേക്കും പലർക്കും പല കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. ഈ സാധു ഈ ഗ്രാമത്തിലേക്ക് വന്ന് കുറച്ചു ദിവസമായുള്ളൂ. അപ്പോഴേക്ക് ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ കേൾക്കണമെന്നാണോ ഇദ്ദേഹം പറയുന്നേ? നീ ശരിയാ പറഞ്ഞത്. നമ്മൾ നമ്മുടെ വേട്ടേനെ എപ്പോഴും നിർത്താൻ പാടില്ല. വാ, നമുക്ക് നമ്മുടെ വേട്ടയാണ് കാര്യങ്ങള് കാട്ടിൽ ചെന്ന് ചെയ്തിട്ട് വരാം. ഗ്രാമത്തിലെ ജനങ്ങളൊന്നും ആ സന്യാസിയുടെ വാക്കുകൾ കേട്ടില്ല.
അതിനുശേഷം വേട്ടയാടുന്നതിനുള്ള എല്ലാ കെണികളും വനത്തിനുള്ളിൽ ഒരുക്കി വെച്ചു. അങ്ങനെ ഒരു ദിവസം ആ സന്യാസി കാടിനുള്ളിലെത്തി. ഈ ഗ്രാമത്തിൽ ജനങ്ങളെല്ലാവരും ഒരുപാട് വേട്ടയാടാൻ ശ്രമിക്കുന്നു. അവര് എല്ലാവരും ഇത് അവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്യാണ്. പക്ഷെ വായില്ലാത്ത പ്രാണികളെ കൊല്ലുന്നത് വളരെ തെറ്റാണ്. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കെണി വന്ന് അദ്ദേഹത്തിന്റെ കാലിൽ കുരുങ്ങി. ആ കുരുക്കിയ കയർ മുകളിലേക്ക് വലിച്ച് സന്യാസിയെ തലകുത്തനെ തൂക്കിയിട്ടു. നമ്മൾ ഇതിന് വലുതായിട്ട് വേട്ടയാടിയെന്നാ തോന്നുന്നേ. വാ നമ്മ ചെന്ന് നോക്കാം. ആ സന്യാസി തലകുത്തനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടതും ഗ്രാമവാസികൾ പേടിച്ചു. ഉടനെ തന്നെ അദ്ദേഹത്തെ അവർ ഇറക്കി വിട്ടു. എന്നിട്ട് അദ്ദേഹത്തോട് മാപ്പപേക്ഷിച്ചു. പക്ഷെ ആ സന്യാസി യാതൊന്നും കേട്ടില്ല. നേരെ ആ വലിയ മരത്തിന് കീഴെ വന്നിരുന്നു. എന്നിട്ട് ധ്യാനിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യം ഗ്രാമം മുഴുവൻ പരക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ചേർന്ന് ആ സന്യാസിയെ കാണാൻ വന്നു. ഞങ്ങൾ ചെയ്ത കാര്യത്തിന് വേണ്ടി ഞങ്ങളെ ഒന്ന് ക്ഷമിച്ചേക്കൂ. ധ്യാനത്തിൽ ഇരുന്നിരുന്ന ആ സന്യാസി തന്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്ന് ജ്വലിച്ചിരുന്നു. അദ്ദേഹം ഗ്രാമവാസികളോടായി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നേർത്തന്നെ പറഞ്ഞതല്ലേ. പക്ഷെ ഇന്ന് എനിക്ക് സംഭവിച്ച കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഞാൻ തലകീഴായിട്ടിരുന്നപ്പോ എനിക്ക് എല്ലാ കാര്യങ്ങളും എങ്ങനെ തലകീഴായിട്ട് അറിഞ്ഞോ അതേപോലെ ഈ ഗ്രാമത്തിലേക്ക് ഞാൻ ശാപം തരുന്നു. ഈ ഗ്രാമം മൊത്തം തലകീഴായിട്ട് മാറും. പിന്നെ ഇന്ന് തൊട്ട് ഈ ഗ്രാമത്തിന്റെ പേര് സീതാപൂരിൽ നിന്ന് ഉൾട്ടായി പൂറായി മാറും. ഇതെല്ലാം കേട്ട് ഗ്രാമവാസികളെല്ലാം അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ വാക്കുകൊടുത്തു ഇനി ഒരിക്കലും വേട്ടയാടുകയില്ല എന്ന്. ഇത് കേട്ട സന്യാസിക്ക് അവരോട് പാവം തോന്നി. അതിനുശേഷം അദ്ദേഹം ഗ്രാമവാസികളോട് പറഞ്ഞു, ഒരു ദിവസം വരും, അപ്പോ ഒരു നേർമയായ മനുഷ്യൻ നിങ്ങളുടെ നിലമ കണ്ട് ഒരുപാട് പാവപ്പെടും. അവൻ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അവൻ എന്നെ പോലെ ഒരു സന്യാസിക്ക് അവന്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം തരണം. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും വേണം. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും അവിടെ തലകീഴായാണ് നടന്നത്. ആ മരമൊഴികെ ബാക്കിയെല്ലാം. കാരണം ആ മരത്തിന്റെ താഴെയാണ് ആ സന്യാസി ഇരുന്നത്. ആ സന്യാസിയുടെ കൈകൊണ്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. ഈ പുസ്തകം വായിച്ച് ഹരീഷ് ഗ്രാമത്തലവന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് എന്തു പറഞ്ഞെന്നോ, ഒരുപക്ഷെ ഈ ശാപം പോക്കണമെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടിലിരുന്നും ഭക്ഷണം ഉണ്ടാക്കണ സാധനങ്ങൾ മേടിക്കണം. നിങ്ങൾ പറഞ്ഞത് ശരിയായ കാര്യമാണ്. ഞാൻ ഇന്ന് തന്നെ ഈ ഗ്രാമത്തിലിരിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ പറയാം. അവരെല്ലാവരും എന്താ ചെയ്യണമെന്ന് പറയാം. പക്ഷെ ആ മനുഷ്യൻ ആരാണ് ഞങ്ങളെ സഹായിക്കണമെന്ന് വിചാരിക്കുന്നത്? തലവരെ, അത് വേറെ ആരുമല്ല, അത് ഞാനാണ്. ഞാൻ ഇവിടെ വന്നത് തൊട്ട് നിങ്ങളുടെ എല്ലാവരും സ്ഥിതി കാണുമ്പോ എനിക്ക് വിഷമാവുന്നു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കാൻ ഞാൻ ഒരു കാര്യം തേടുകയാണ്. അപ്പോഴാണ് എനിക്കൊരു പുസ്തകം കിട്ടിയത്. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഗ്രാമത്തലവൻ ഗ്രാമവാസികളെ എല്ലാവരെയും വിളിച്ചു ചേർത്തു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ അവരോട് പറഞ്ഞു. അതിനുശേഷം ഗ്രാമവാസികൾ എന്തു പറഞ്ഞെന്നോ, ഞങ്ങളത് എല്ലാം ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ ഈ ശാപത്തിൽ നിന്ന് പുറത്തു വരണേ ഹരീഷേ. നീ ഭക്ഷണം ഉണ്ടാക്ക്. ഞങ്ങൾ ഗ്രാമത്തിലെല്ലാവരും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം എല്ലാ വീട്ടിലും ചേർത്ത് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ 100 സന്യാസിക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം. അതുമാത്രമല്ല ഈ ഗ്രാമത്തിലിരുന്ന ശാപത്തിൽ നിന്നും മുക്തി നൽകാം. ഗ്രാമത്തിലെ ഓരോരോ വീടുകളിൽ നിന്നും എന്തെങ്കിലും ഒരു പദാർത്ഥം വരും. അതെല്ലാം ചേർത്തുകൊണ്ട് ഹരീഷ് സന്യാസികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും. പിറ്റേ ദിവസം ഗ്രാമവാസികൾ 100 സന്യാസികളെ വിളിച്ചു വരുത്തി ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ചതിനു ശേഷം അതിൽ ഒരു സന്യാസി ഗ്രാമത്തലവനോട് ചോദിച്ചു, എന്തുപറ്റി തലവരെ? പെട്ടെന്ന് ഞങ്ങളെ എല്ലാവർക്കും വേണ്ടി എന്തിനു വേണ്ടിയാ ഈ വിരുന്ന്? പല വർഷങ്ങൾക്ക് ശേഷം ഒരു സന്യാസി ഈ ഗ്രാമത്തിന് ശാപം തന്നു. അന്നു തൊട്ട് ഇവിടെ എല്ലാ സാധനങ്ങളും തലകീഴായി മാറി. അത് വീടായാലും ശരി, മരമായാലും ശരി, അല്ല കിണറായാലും ശരി. പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞത് വെച്ചാ, ഈ കാര്യങ്ങളെല്ലാം എപ്പോ ശരിയാവുന്ന വെച്ചാ ഒരു നേർമയായ മനുഷ്യൻ ഞങ്ങളുടെ ഈ കഷ്ടങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളുടെ മേലെ പാവപ്പെടണമെന്നാണെന്ന്. അവൻ 100 സന്യാസിമാർക്ക് അവന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം പരിമാറണം. പിന്നെ അതിന്റെ ഭക്ഷണമുള്ള സാധനങ്ങള് ഈ ഗ്രാമത്തിന്റെ വീട്ടിൽ നിന്ന് വരണമെന്നാണ്. സന്യാസി ഹരീഷിനെ തന്റെ സമീപത്തേക്ക് വിളിച്ചു. ഇവിടെ നോക്ക് ഹരീഷ്, നീ ഗ്രാമത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങള് അതെല്ലാം കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഒരുപക്ഷെ ഈ ഗ്രാമത്തിന് ശാപമുക്തി കിട്ടിയാൽ ഇതിന്റെ മുഴുവൻ ഫലവും നിനക്ക് മാത്രമാണ് കിട്ടുക.
ഇവിടെ നോക്കു സാധു, ഇതെന്റെ കടമയാണ്. ജനങ്ങൾക്ക് എപ്പോഴും നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സന്യാസികൾ ഗ്രാമവാസികളെ മുഴുവൻ ആശീർവദിച്ചു. അതിനുശേഷം അവർ പിൻവാങ്ങി. അങ്ങനെയിരിക്കെ പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സാധാരണമായി മാറി. ഗ്രാമത്തിലുള്ള ഓരോരോ വീടും നേരെ നേരെയായി നിന്നു. ഇത് കണ്ട് ഗ്രാമവാസികൾക്കെല്ലാം വളരെയധികം സന്തോഷമായി. ഗ്രാമത്തലവൻ എല്ലാ ഗ്രാമവാസികളെയും വിളിച്ചു ചേർത്തു. എന്നിട്ട്, ഇവിടെ നോക്കു മോനെ, നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. നീ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങള് വേറെ ആരും ചെയ്യില്ല. അതുപോലെ ആവശ്യമൊന്നുമില്ല തലവരെ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജനങ്ങൾക്ക് പറഞ്ഞു തരൂ, അവര് നേർച്ച ചെയ്ത തെറ്റ് ഇനി അവര് ആവർത്തിക്കണ്ടെന്ന്. ആ, നീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഗ്രാമത്തലവൻ എല്ലാ ജനങ്ങളോടുമായി പറഞ്ഞു, ഇനി ഗ്രാമത്തിൽ ഇവിടെ ഒരാളും മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല. ഒരുപക്ഷെ ആരെങ്കിലും വേട്ടയാടി അവരെ പിടികൂടിയാൽ അവരിന് ഈ ഗ്രാമത്ത് വിട്ടെന്നെ പുറത്താക്കും. ആ, ഞങ്ങൾ എപ്പോഴും വായില്ലാത്ത പ്രാണിനെ വേട്ടയാടില്ല. അങ്ങനെ അതേസമയം ഗ്രാമത്തലവൻ ആ ഗ്രാമത്തിന്റെ പേര് വീണ്ടും സീതാപൂർ എന്നാക്കി മാറ്റി. അങ്ങനെ ഗ്രാമവാസികൾ എല്ലാവരും തങ്ങളുടെ നേരായ ഗ്രാമത്തിൽ സന്തോഷവാന്മാരായി ജീവിച്ചു.